ഡോക്ടർ ഡ്രേക്കിൻ്റെ വെളിപ്പെടുത്തലിന് ശേഷമുണ്ട് ഒരുപാട് പേരുണ്ട് അനാൻ ഷായ്ക്കെതിരെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അനാൻ എന്താ ഇതിനൊന്നും മറുപടി പറയാത്ത, ഇത് സത്യമാണോ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലുണ്ടെങ്കിൽ അനാൻ്റെ കളി ഉണ്ടായിരുന്നോ, പൈസ എടുത്തിട്ടുണ്ടോ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതേ സമയത്താണ് നമ്മൾ എൻ്റെ കാസ്കറ്റിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞപ്പോൾ ദുബായിലുണ്ടെങ്കിൽ അറസ്റ്റിലാണെന്നുള്ളൊരു വിവരമാണ് വന്നിരിക്കുന്നത്. കാരണം എല്ലാവർക്കും അറിയാം, ലൈവ് വന്നിരുന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ആളുണ്ടെങ്കിൽ ലൈവ് കഴിഞ്ഞതിന് ശേഷം അത് ഓഫായോ ഇല്ലയോ എന്ന് പോലും നോക്കാതുണ്ടെങ്കിൽ അവിടെ നിന്ന് നല്ലോണം പുകച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നുണ്ടെങ്കിൽ കേസും കാര്യങ്ങളായിട്ട് ആരൊക്കെയോ പരാതി കൊടുക്കുകയോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അകത്തായി എന്നുള്ളൊരു വിവരമാണ് വന്നിരിക്കുന്നത്. നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കാസ്കറ്റ് നാട്ടിലുള്ള എല്ലാവരെയും ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്യുന്ന പരിപാടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുണ്ട് ഈ എൻ്റെ കാസ്കറ്റിന് തന്നെ ഭയങ്കര ശത്രുക്കളായിട്ടുണ്ടായിരുന്നു. സോ അതിന് ശേഷം ഉണ്ടെങ്കിൽ നാട്ടിൽ വരാതൊക്കെ ഇരുന്നതാണ്. അതുകൊണ്ടാണ് ഭയങ്കര സേഫായിട്ടിരുന്നത്. പക്ഷേ ഏറ്റവും വലിയൊരു പണി കിട്ടിയെന്ന് പറഞ്ഞാൽ ഇത് കണക്ക് ലൈവ് ഇരുന്ന് ഇത് കണക്കത്തുള്ള കാര്യങ്ങൾ ചെയ്താണ് ഏറ്റവും നല്ലൊരു പണി കിട്ടിയത്. സോ എന്തായിരുന്നാലും ഉണ്ടെങ്കിൽ ഇപ്പോൾ അനാൻ ഷാ ഇതിനെല്ലാം മറുപടി എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് ഞാനുണ്ടെങ്കിൽ ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളോ ഒന്നുമില്ല, ഇതിൻ്റെ ഒരു മീഡിയേറ്ററായിട്ട് മാത്രം നിന്നതേ ഉള്ളൂ. ഞാനാണ് ഇത് കണക്ക് ആൻ്റണി പെപ്പ എടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുക, അതിൻ്റെ പൈസയുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഹാൻഡിൽ ചെയ്ത് ശരിയാക്കി കൊടുത്തത്. അതല്ലാതെ ഞാനുണ്ടെങ്കിൽ ഇതിൽ വേറെ ഒരു പങ്കും ഇല്ല, എന്നെ ഉണ്ടെങ്കിൽ ചുമ്മാ ഇതിനകത്ത് വലിച്ചിടേണ്ട ഒരു കാര്യമില്ലെന്നുള്ള രീതിയിലൊക്കെയായിരുന്നു അനാൻ ഷാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ വീഡിയോ ഇതാണെങ്കിൽ ഈ പോസ്റ്റ് വീഡിയോ വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് വന്നിട്ട് ഈ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇത്രയും മാത്രമേ ഉള്ളൂ, മൊത്തം ക്ലാരിറ്റി ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് രംഗത്ത് വരുന്നുണ്ട്. സത്യമാണ്, നമുക്ക് ഇത് മാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനും പറ്റത്തില്ല. കറക്റ്റായിട്ടുള്ളൊരു ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രമേ നമുക്കത് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ ഇതേണക്കൊരു പോസ്റ്റ് ഇട്ടിട്ട് ഞാൻ ചെറിയ മീഡിയേറ്ററായിട്ട് മാത്രമേ ഇരുന്നുള്ളൂ, അവർ തമ്മിൽ സംസാരിക്കാൻ വേണ്ടി ഞാൻ ഒരു മീഡിയേറ്ററായിട്ട് മാത്രം നിന്നതാണ്, എനിക്കും ഉണ്ടെങ്കിൽ ആൻ്റണി പെപ്പയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഇപ്പോഴും നല്ല ഫ്രണ്ട്സാന്നുള്ള രീതിയിലൊക്കെയാണ് അനാൻ ഷാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നാലും കൂടുതൽ വിവരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ അനാൻ ഷാ പറഞ്ഞിട്ടില്ല.